ഇബ്ലീസിന്റെ സന്താനങ്ങൾ എന്ന ഒരു ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ജിന്നുകളുടെ ലോകം എന്ന ശീർഷകത്തിൽ ഇന്ന് നമ്മൾ നടത്താം. വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവും. കൂടുതൽ വിശദീകരിക്കാൻ നിന്നാൽ പിന്നെയും സമയമേറെ വൈകും. കൃത്യമായ ഒരു കണക്കുകൂട്ടലിലൂടെ ഈ വിഷയം അവതരിപ്പിച്ചാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ ഈ വിഷയം തീരുകയുള്ളൂ. അള്ളാഹു നമുക്ക് ഇൽമിൽ ബറക്കത്തും അമല് ചെയ്യാനുള്ള തൗഫീഖും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബ്ലീസിന് സന്താനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഇബ്ലീസിന് എങ്ങനെ സന്താനങ്ങൾ ഉണ്ടാകുന്നു എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പലവിധത്തിലുള്ള ചർച്ചകൾ അത് സംബന്ധമായി നമുക്ക് കാണാൻ കഴിയും. ഇബ്ലീസിന് മക്കളുടെ മക്കളും ഉണ്ട് എന്ന അർത്ഥത്തിൽ തന്നെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ ഇബ്ലീസിന്റെ സന്താനങ്ങളെ കുറിച്ച് നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. സൂറത്തുൽ കഹ്ഫിന്റെ 50-ാമത്തെ ആയത്ത് ഇബ്ലീസിന്റെ സന്താനങ്ങളെ സൂചിപ്പിക്കുകയാണ്. അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലക്കും അദുവ് എന്ന് ഖുർആൻ. ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ സന്താന പരമ്പരയെയും എന്നെ കൂടാതെ നിങ്ങളുടെ ഇഷ്ടദാസന്മാരാക്കുകയാണോ എന്ന് അള്ളാഹു ചോദിക്കാം. ഇവിടെ ദുർരിയത്ത് എന്ന പദം ഇബ്ലീസിന്റെ മക്കളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ദുർരിയത്ത് എന്ന അറബി പദത്തിന്റെ ഉപയോഗം മക്കളും മക്കളുടെ മക്കളും ആ തലമുറ എത്ര താഴേക്ക് വന്നാലും അവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് ദുർരിയത്ത് എന്ന പദത്തിലൂടെ സാധാരണ അറബി ഭാഷയിൽ കാണപ്പെടുന്നത്. പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളും എങ്ങനെ മക്കളുണ്ട് എന്നുള്ള വിഷയത്തിലുണ്ട്. ഇമാം ഖുർത്തുബി പറയുന്നുണ്ട് ഈ ആയത്തുകൾക്ക് വിശദീകരണം കൊടുത്തുകൊണ്ട്, വഖ്തലഫ ഹൽ ഇബ്ലീസ ഔലാദ മിൻ സുൽബിഹി, യഥാർത്ഥത്തിൽ ഇബ്ലീസിന് മക്കൾ നേർക്കുനേർ സന്താന പരമ്പരയിലൂടെ ഉണ്ടായതാണോ അല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരിൽ മുഫസ്സിരീങ്ങളിൽ വലിയ ചർച്ചകൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു. മഹാനായ ശുഅബി റളിയല്ലാഹു അൻഹു പറയുന്നു, സഅലനി റജുലുൻ, ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചു, ഫഖാല ഹൽ ഇബ്ലീസ സൗജത്തുൻ, മക്കള് ഉണ്ട് എങ്കിൽ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട്, ആരുണ്ടോ, ഭാര്യ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ശുഅബി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ഇബ്ലീസിന് ഭാര്യ ഉണ്ടോ എന്ന്. മഹാനവറുകൾ മറുപടി പറഞ്ഞത്, ഇന്ന ദാലിക ഇർസുൻ ലം അശ്ഹദുഹു, ഇബ്ലീസിന്റെ കല്യാണം ഒരു വല്ലാത്ത കല്യാണാണ്, എന്നെ അതിൽ ക്ഷണിച്ചൂല, ഞാൻ പോയതുമില്ല, പോകാത്തതിന്റെ പേരിൽ ഇബ്ലീസിന്റെ ഭാര്യയെ ഞാൻ കണ്ടിട്ടുമില്ല എന്ന് മഹാനവറുകൾ രസകരമായ രീതിയിൽ മറുപടി കൊടുത്തു. സുമ്മ ദക്കർത്തു, ശുഅബി തങ്ങൾ പറയാണ്, പിന്നെ ഞാൻ ഓർത്തു, ഖൗലഹു തആല, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിന്റെ 50-ാമത്തെ ആയത്ത് ഞാൻ ഓർത്തു. അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാഅ മിൻ ദൂനി, ഈ ആയത്ത് ഞാൻ ഓർത്തു. ഇബ്ലീസിന്റെ സന്താനങ്ങളെ കുറിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ആയത്ത് ഓർത്തു. ഫഅലിംതു, അപ്പോൾ എനിക്ക് മനസ്സിലായി, അന്നഹു ലാ തകൂനു ദുർരിയത്തുൻ ഇല്ലാ മിൻ സൗജ, കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഭാര്യ വേണമല്ലോ. ഖുർആൻ കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോ ഭാര്യ ഉണ്ടെന്നാണല്ലോ അതിനർത്ഥം. ചോദ്യകർത്താവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നഅം, ഇബ്ലീസിന് ഭാര്യ ഉണ്ട് എന്ന് ഇമാം ശുഅബി റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു. അതിൽ നിന്ന് മനസ്സിലായി, ഇബ്ലീസിന് ജീവിത പങ്കാളിയുണ്ട്, ഇണയുണ്ട് എന്ന ഒരു അഭിപ്രായം പണ്ഡിതന്മാരിൽ മുഫസ്സിരീങ്ങളിൽ ഉണ്ട്. ഇനി അത് ആരാന്നുള്ള കാര്യമാണ്, അതിലേക്കൊന്നും പഠനങ്ങൾ എത്തിയിട്ടില്ല. തൽക്കാലം ആ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കാം. പിന്നെയും അഭിപ്രായങ്ങളുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്, ലൈസ ലഹു ഔലാദുൻ വലാ ദുർരിയത്തുൻ, ഇബ്ലീസിന് മക്കളുമില്ല, മക്കളുടെ മക്കളുമില്ല, സന്താന പരമ്പര തന്നെയില്ല. പിന്നെ ഖുർആൻ പറഞ്ഞ ഈ ദുർരിയത്ത് എന്ന പദം, സന്താനങ്ങൾ എന്ന് സൂചിപ്പിച്ച ആ പദം, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇന്നമൽ മുറാദു ബി ദുർരിയതിഹി അഅ്വാനുഹു മിനശ് ശയാത്തീൻ, ഇബ്ലീസിന് സഹായികളായിട്ടുള്ള മറ്റു ജിന്ന് വർഗത്തിൽപ്പെട്ട മറ്റു ജിന്നുകളെയാണ്, ശൈത്താന്മാരെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മക്കൾ എന്നതിനർത്ഥമില്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം പണ്ഡിതന്മാരുമുണ്ട്. എന്തായാലും മക്കളുണ്ട് എന്ന വിഷയത്തിൽ
പ്രബലമായ അഭിപ്രായം അത് തന്നെയാണ്, മക്കളുണ്ട്. മുഫസ്സിരീങ്ങളിൽ പ്രമുഖനായ മഹാനായ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം, ഇന്ന ഇബ്ലീസ അദ്ഖല ഫർജഹു ഫീ ഫർജി നഫ്സിഹി ഫബാല ഖംസ ബൈളാത് ഫഹാദിഹി അസ്ലു ദുർരിയതിഹി. ഇബ്ലീസിന് ആണിന്റെയും പെണ്ണിന്റെയും രണ്ട് ഗുഹ്യസ്ഥാനങ്ങൾ ഒറ്റ ശരീരത്തിൽ തന്നെയുണ്ട് എന്ന് ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഒരു ശരീരത്തിൽ തന്നെ രണ്ട് ഗുഹ്യഭാഗങ്ങൾ. ആ ഗുഹ്യഭാഗങ്ങൾ വെച്ചുകൊണ്ട് അയാൾ സ്വന്തം ശരീരത്തിൽ, ഒരു ശരീരത്തിൽ തന്നെ ആണിന്റെയും പെണ്ണിന്റെയും അങ്ങനെ ശാരീരിക വേഴ്ച നടത്തി അതിലൂടെ അയാൾക്ക് സന്താനങ്ങൾ ഉണ്ടായി. അതെങ്ങനെ ഉണ്ടായത്? 5 പ്രാവശ്യം ഇബ്ലീസ് മുട്ടയിട്ടു അത്രേ. ഇതൊക്കെ മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്ത കാര്യമാണ്. 5 മുട്ട. ആ 5 മുട്ടയിൽ നിന്നും വിരിഞ്ഞുണ്ടായ ജിന്നുകളാണ് പിന്നീട് വന്ന ഈ കോടിക്കണക്കിന് വരുന്ന സന്താനങ്ങൾ എന്ന് മഹാനായ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. ഒരഭിപ്രായം അനുസരിച്ച് വഖീല ഇന്നല്ലാഹ ഖലഖ ലഹു ഫീ ഫഖ്ദിഹിൽ യുംനാ ദക്റൻ വഫീ ഫഖ്ദിഹിൽ യുസ്റാ ഫർജാ. ഒരഭിപ്രായം അനുസരിച്ച് അയാളുടെ വലത്തെ തുടയിൽ അല്ലാഹു ആൺലിംഗവും ഇടത്തെ തുടയിൽ പെൺലിംഗവും വെച്ചിരിക്കുന്നു. ഇബ്ലീസിന്റെ വലത്തെ തുടയിൽ ഒരഭിപ്രായം അങ്ങനെയാണ്. പുരുഷലിംഗവും ഇടത്തെ തുടയിൽ സ്ത്രീലിംഗവും വെച്ചിരിക്കുന്നു. എന്നിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആ 2 തുടകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശാരീരിക വേഴ്ച നടത്തുന്നു എന്ന് മഹാന്മാരായ ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറയുന്നു. അങ്ങനെ ശാരീരിക വേഴ്ചയിൽ എല്ലാ ദിവസവും 10 മുട്ട വീതം വീഴുന്നു. 10 മുട്ട, 10 മുട്ടകൾ എല്ലാ ദിവസവും. യഖ്റുജു മിൻ കുല്ലി ബീളത്തിൻ 70 ശൈത്വാനം വശൈത്വാന. 10 മുട്ടയിൽ ഒരു മുട്ട വിരിയുമ്പോൾ അതിൽ നിന്നും 70 ആൺ പിശാചുക്കളും ആൺ ജിന്നുകളും ഒരു പെൺജിന്നും ഉണ്ടത്രേ. ഒരു ദിവസം 10 മുട്ട, ഒരു മുട്ടയിൽ 70 ആൺ ജിന്നും ഒരു പെൺജിന്നും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെയും അഭിപ്രായമുണ്ട്. ഇപ്പൊ എത്ര നാളായി ഈ മുട്ടയുടെ തുടങ്ങിയിട്ട്? ഇതൊക്കെ എങ്ങനെ നിറഞ്ഞു നിൽക്കുക ഈ അന്തരീക്ഷത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ താഴെ, അല്ലെങ്കിൽ 1-ാം ആകാശത്തിന്റെ താഴെ ഇവരിങ്ങനെ നിറഞ്ഞു നിൽക്കുക. ചുരുക്കി പറഞ്ഞാൽ ഈ മുട്ട ഫഹുവ യഫ്റഖു വയതീറു, അത് വിരിയുകയും ജിന്ന് പറന്നു നടക്കുകയും ചെയ്യുമത്രേ. ഇത് ജിന്നിന്റെ സന്താന ഉൽപാദന രീതി ഇങ്ങനെയാണെന്ന് മുഫസ്സിരീങ്ങൾ അഭിപ്രായം പറയുന്നു. ഏതുമാകട്ടെ, ഉണ്ടായിട്ടുള്ള മക്കളും മക്കളുടെ മക്കളും ആരുമാകട്ടെ, وأعلمهم عند أبيهم منزلة أعلمهم في بني آدم فتنة. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടവും ഇബ്ലീസ് ഏറ്റവും ആദരിക്കുകയും ചെയ്യുന്ന സന്താനങ്ങൾ ആരാണെന്നറിയുമോ? ആദം സന്തതികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഫിത്ന ഉണ്ടാക്കുന്ന ശൈത്വാനാരോ ജിന്നാരോ അവരെയാണ് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമത്രേ. പടച്ചോൻ അവരുടെ ഷർറുകളിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അനുസരിച്ച് ഇബ്ലീസിന്റെ ഒരു 5-6 കിടാങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇബ്ലീസിന്റെ മക്കള്. ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഇബ്ലീസിന്റെ മക്കളിൽ പ്രധാനിയായ ഒരു മോനാണ് ലാഖിസ്. ഇബ്ലീസിന്റെ ഒരു കുട്ടിയുടെ പേരാണെന്ത്? ലാഖിസ്. ലാഖിസ്. പിന്നെ ഒരു മോനാണ് വലഹാൻ. وهما صاحبا الطهارة والصلاة اللذان يوسوسان فيهما. ഇവര് 2 പേരും ശുദ്ധീകരണത്തിന്റെ സമയത്തും നിസ്കാരത്തിന്റെ സമയത്തും ഇവരുടെ നേതൃത്വത്തിലാണ് എല്ലാ കലാപരിപാടികളും നടക്കുക. അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാവാറുണ്ട്, നമ്മുടെ മുസല്ലയുടെ അകത്തുണ്ടാവും ചിലപ്പോ. ശുദ്ധീകരണത്തിന്റെ നേരത്തും അതുപോലെ തന്നെ മൊബൈലുകളൊക്കെ ഒന്ന് ഓഫ് ചെയ്യും. ശുദ്ധീകരണത്തിന്റെ നേരത്തും അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ നേരത്തും ഇവരുടെ നേതൃത്വത്തിൽ ആ ഫിത്നകൾ നടക്കാം. ലാഖിസ് വലഹാൻ. ഉസ്താദുമാരൊക്കെ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. വലഹാൻ വേറൊരു പ്രത്യേകതയും ഉള്ള ജിന്നാണ്.
കൊച്ചുമക്കളെ റാഞ്ചുമത്രേ. കൊച്ചുമക്കളെ വലഹാൻ റാഞ്ചിയെടുക്കാൻ സാധ്യതയുണ്ട്. കൊച്ചുമക്കളെ റാഞ്ച എന്ന് പറഞ്ഞാൽ ഈ കാട്ടുകൊതി, അതുപോലെ തന്നെ ആ നിലക്കൊക്കെ നമ്മൾ പറയുന്ന കുട്ടികളിൽ വരുന്ന പേടി, സന്ധ്യസമയത്തുള്ള പേടി, ഇതൊക്കെ ഈ വലഹാന്റെ പ്രവർത്തന മുഖേനയാണെന്ന് മഹാന്മാരായ ഉസ്താദുമാർ പറയുന്നത് കേട്ടതായി ഓർക്കുന്നു. പിന്നെ മൂന്നാമത്തെ ഇബ്ലീസിന്റെ മൂന്നാമത്തെ സന്താനം സലൻബൂർ എന്നാണ്. മൂപ്പരുടെ ഡ്യൂട്ടി മാർക്കറ്റിലാണ്, അങ്ങാടിയിലാണ്, ജംഗ്ഷനിലാണ്. എന്താണ് അവിടെ? മൂപ്പര് വായി നോക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും അതുപോലെ തന്നെ കച്ചവടങ്ങളുടെ ഇടയിൽ കള്ളസത്യം ചെയ്യാനും കള്ളക്കണക്കെഴുതാനും അതുപോലെ വൃത്തികേടുകൾ സംസാരിക്കാനും അങ്ങാടിയിലുള്ള ജനങ്ങൾക്ക് കോച്ചിങ് കൊടുക്കലാണ് മൂപ്പരുടെ പണി. ആരുടെ പണി? സലൻബൂർ. നാലാമത്തേത് ബിത്തർ. അയാളുടെ പണി സാഹിബുൽ മസായിബി. അയാളാണ് അപകടങ്ങൾ ഉണ്ടാക്കാം, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടാക്കാം. മനുഷ്യരിൽ രക്തം ചീന്തുന്നത് കണ്ട് ആനന്ദിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് ബിത്തർ എന്ന് പറയുന്ന ജിന്ന്. യുസയ്യിനു ഖബ്സൽ വുജൂഹി. മുഖം പിച്ച് ചീന്തുന്നത് മൂപ്പർക്ക് വലിയ ഇഷ്ടമാണ്. മുഖം പിച്ച് ചീന്ത, വാഹനാപകടങ്ങൾ ഉണ്ടാക്ക, അഭിമാനം കളയാ. കവിൾത്തടത്തിൽ അടിപിടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിൽ മൂപ്പരാണ് ഏറ്റവും കൂടുതൽ ഇടപെടാൻ. പോക്കറ്റടി അതുപോലെയുള്ളതായ അക്രമങ്ങള്, ഈ പ്രശ്നങ്ങള്, കളവ്, മോഷണം, ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന സ്വഭാവമാണ് ബിത്ർ എന്ന് പറയുന്ന ജിന്നിനുള്ളത്. അഞ്ചാമത്തേത് അഴ്വർ, കോങ്കണ്ണൻ എന്നാണ് പേര്. വ്യഭിചരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് മനുഷ്യനെ ചിന്തിപ്പിക്കുന്നത് അവനാണ് അഴ്വർ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മുടെ തലമുറയെ കാത്തുരക്ഷിക്കട്ടെ. അഴ്വറിന്റെ നേതൃത്വത്തിൽ ആ ഫിത്തന ഇവിടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവനാവട്ടെ എന്താ ചെയ്യുന്നത്? വ്യഭിചരിക്കാനുള്ള താല്പര്യത്തിന് വേണ്ടി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഗുഹ്യഭാഗത്തു കൂടി അവൻ കടന്നു ചെന്നുകൊണ്ട് ഒരു തരിപ്പുണ്ടാക്കുമെന്ന മഹാന്മാര് പറയുന്നത്. ഊതുമത്രേ, എന്നിട്ടോ താല്പര്യപ്പെടുത്തും. പിന്നെ ആറാമത്തെ ജിന്നാണ് മത്റൂസ്. അയാളുടെ ജോലി സാഹിബുൽ അഖ്ബാരിൽ കാദിബ. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, വായും മനസ്സും അറിയാത്ത കാര്യം എന്ന് പറയലുണ്ട്. ഇവിടെ അങ്ങനെ പറയലുണ്ട? വായയും മനസ്സും അറിയാത്ത കാര്യങ്ങൾ ഇല്ലാവചനം പറയാൻ വേണ്ടി ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന പരിപാടിയാണ് ആറാമത്തെ ജിന്ന്, ഇബ്ലീസിന്റെ മക്കളിൽ പ്രധാനിയായ മത്റൂസിന്റെ ചുമതല എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. യാതൊരുവിധ അടിസ്ഥാനവും കാണപ്പെടാത്ത കള്ളപ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മത്റൂസ് എന്ന ജിന്നാണ്. ഏഴാമത്തേത് ദാസിമാണ്. ദാസിം, അയാളുടെ പരിപാടി, അയാളുടെ ജോലി إذا دخل الرجل بيته ولم يسمي ولم يذكر اسمه ولم يذكر الله دخل معه. ദാസിമിന്റെ പണി ഒരാളെ തന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വീടിന്റെ വാതിൽക്കൽ ഉണ്ടാവും. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ബിസ്മി ചൊല്ലി വലത് കാല് വെച്ച് വീടിന്റെ അകത്തേക്ക് കയറിയിട്ടില്ലെങ്കിൽ ആ വീട്ടിലേക്ക് കയറുന്ന ആളുടെ കൂടെ മൂപ്പര് കയറും. ബിസ്മി ചൊല്ലിക്കഴിയുമ്പോൾ മൂപ്പര് തിരിച്ചു പോവാ ചെയ്യല്. ബിസ്മി ചൊല്ലാതെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആര് കയറും? ഹബീബ് പഠിപ്പിച്ചല്ലോ, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ. സ്വഹീഹുൽ ബുഖാരി. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശവപ്പറമ്പാക്കല്ലേ. ഫഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്നും പിശാച് ഓടി അകലുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ
ചില മുഹദ്ദിഥീങ്ങൾ ബുഖാരിക്ക് വ്യാഖ്യാനം പറയുന്നുണ്ട്, ഒരു അൽബക്കറ കൊണ്ട് 3 ദിവസം വരെ പിശാച് ഭയം അകന്നു നിൽക്കുമത്രേ. ഒരൽബക്കറ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇവരെ നമ്മുടെ വീട്ടിലേക്ക് പരമാവധി കയറ്റാതിരിക്കാം. അള്ളാഹു നമുക്ക് കാവല് തരട്ടെ. എങ്ങനെയൊക്കെ ഒഴിച്ചു നിർത്തിയാലും നമ്മുടെ ജീവിതത്തിൽ ഇവർ വരും. ഖാല ഫഇന്നക മിനൽ മുൻസിരീൻ ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം. ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ഖാല ഹാദാ സിറാത്തുൻ അലയ്യ മുസ്തഖീം. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ. ഫഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ. ലഹാ 7 അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. അല്ലാഹുവായിട്ടുള്ളവന്റെ വാഗ്ദാനങ്ങളും കരാറുകളുമായി പറഞ്ഞത്, അവൻ നമ്മുടെ കൂടെ ഉണ്ടാകും. ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. മുഖ്ലിസീങ്ങളായ മഹാന്മാരുടെ കൂടെ ഒഴിച്ച് അല്ലാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുഖ്ലിസീങ്ങളായ മഹാന്മാരുടെ അടുത്തേക്ക് ഇബ്ലീസ് അങ്ങ് കളിക്കാൻ ചൊല്ലൂല. ഇബ്ലീസ് അവരെ ചാദിപ്പാനായി ചെന്നാരെ ഇബ്ലീസ് ചാച്ചക്ക് ഡത്തി അയച്ചോവർ. ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ സദസ്സിൽ ഇബ്ലീസ് ചെന്ന ചരിത്രമൊക്കെ ബഹ്ജത്തുൽ അസ്റാർ പോലെയുള്ള ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇവരെ ഒഴിച്ചു നിർത്താൻ നമുക്ക് സാധ്യമല്ല. സാഹചര്യങ്ങൾ അങ്ങനെ കൊണ്ടുപോയി എത്തിക്കുകയാണ്. നോക്കിക്കോ, ഒരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി. മനസ്സറിഞ്ഞ സ്വലാത്ത് ചൊല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. إذا نودي بالصلاة أدبر الشيطان وله ضرات حتى لا يسمع التأذين فإذا قضي النداء أقبل حتى إذا ثوب بالصلاة أدبر حتى إذا قضي التثويب أقبل حتى يختر بين المرء ونفسه يقول اذكر كذا اذكر كذا حتى يظل الرجل ما يدري كم صلى. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു, വാങ്ക് വിളിക്കുമ്പോ, നിസ്കരിക്കാൻ വാങ്ക് വിളിക്കപ്പെടുന്ന നേരത്തുണ്ടല്ലോ, ശൈത്താൻ പിന്തിരിഞ്ഞ് അവഗണിച്ച് ഓടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ബാങ്ക് വിളിച്ച നേരത്തെ, ബാങ്ക് വിളിച്ച സ്ഥലത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടവന്റെ ചന്തിഭാഗം കൊണ്ടവൻ വൃത്തികേട് കാണിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ബാങ്കിനോടുള്ള പ്രതിഷേധം, അവന്റെ ചന്തി കൊണ്ടവൻ വൃത്തികേട് കാണിക്കും. അത്ര കച്ചറയാണ് ആര്? ബാങ്ക് വിളിക്കുമ്പോ മൂപ്പര് ഓടും. ബാങ്ക് വിളിക്കുമ്പോ ഇബ്ലീസ് പിശാച് ഓടും. ഒരു കുട്ടി ജനിച്ച ബാങ്ക് വിളിക്കണം. ആ കുട്ടിയുടെ അടുക്കലേക്ക് പിശാച് വരുന്നതിന് മുമ്പ് ദേഷ്യം പിടിച്ചു നിൽക്കുന്നവന്റെ മുന്നിൽ ബാങ്ക് വിളിക്കണം. ഒരു മൃഗം എടഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവിടെ ബാങ്ക് വിളിക്കണം. ഒരുപാട് സന്ദർഭങ്ങൾ, യാത്ര പോകുന്നവന്റെ കൂടെ ഇബ്ലീസ് പോകാതിരിക്കാൻ, പിശാച് ഇടപെടാതിരിക്കാൻ വേണ്ടി ബാങ്ക് വിളിക്കണം. ഒരുപാട് സന്ദർഭങ്ങൾ. ബാങ്ക് വിളി കേട്ടാൽ ഇബ്ലീസിന് പ്രയാസമാണ്. വാങ്ക് വിളിക്കുന്ന കേൾക്കുമ്പോൾ അവൻ പിന്തിരിഞ്ഞിട്ടോടും. ആ നേരത്തവന്റെ ചന്തിഭാഗം കൊണ്ട് വൃത്തികേട് കാണിക്കും. ഇനി വേറൊരു ഹദീസ് ഇതിനോട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ നായ ഓളയിടുന്ന ശബ്ദം കേട്ടാൽ, അതായത് പട്ടി കരയുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം കേട്ടാൽ നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടണേ. ഫൈദാ സമീഅതും നഹീഖൽ ഹിമാർ. കഴുത ഓളവിടുന്ന ശബ്ദം കേട്ടാൽ, ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നുണ്ട്,
കഴുതയും പട്ടിയും ഓളയിടുന്ന ശബ്ദം കേട്ടാൽ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാ, ആ കൂല്ലേ, നിങ്ങൾ പിശാചിനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ തേടണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴുത ഓളയിടുന്ന ശബ്ദം, നായ ഓളയിടുന്ന ശബ്ദം, ഇത് സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോ പാങ്ക് വിളിക്കുമ്പോൾ കേൾക്കാറുണ്ട്. പുണ്യ നബി പറയാ, ആ ഓളയിടുന്ന നായ പിശാചിനെ കണ്ടിട്ടാണ് അത് ഓളയിടുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വാങ്ക് വിളിക്കുമ്പോ നായ കുരയ്ക്കുന്നതും ഓളയിടുന്നതും ആ വാങ്ക് കേട്ട് ഓടിപ്പോകുന്ന പിശാചിനെ അവൻ കണ്ടിട്ടുണ്ട് എന്നാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ആ സമയത്ത് പടച്ചവനോട് കാവൽ തേടണം, ഒന്ന് കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു. പിന്നെയോ പ്രവാചകൻ പറയുന്നു, വാങ്ക് അവസാനിച്ച് കഴിയുമ്പോൾ അവൻ മടങ്ങി വരും. ഇഖാമത്ത് കൊടുക്കാൻ നേരത്ത് വീണ്ടും അവൻ ഓടും. ഇഖാമത്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ തിരിച്ചു വരും. എന്നിട്ടോ നിസ്കാരത്തിന്റെ അകത്തേക്ക് അവൻ കടക്കും. നിസ്കാരത്തിന്റെ അകത്ത് കടന്നിട്ടോ അവൻ ആ മനുഷ്യന്റെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഇടയിലേക്ക് അവൻ കടക്കും. ശരീരം കൊണ്ട് ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യാം, മനസ്സതിൽ ഇടപെടാതിരിക്കാം. എന്നിട്ടോ മനസ്സിലേക്ക് പിശാച് തോന്നിപ്പിക്കും, പറയിപ്പിക്കും, അതോർക്ക് ഇതോർക്ക്. അല്ലാഹുവേ, കഞ്ഞി അടുപ്പത്തിട്ടേക്കാണല്ലോ, അത്താഴത്തിന് കൂട്ടാൻ എന്താ, ഉപ്പര് വരുമ്പോ ഉള്ളി മേടിച്ചുകൊണ്ട് വരുമെന്തോ, ഇങ്ങനെ ആലോചിക്കൽ തുടങ്ങും. വണ്ടിയുടെ കാശ് അടച്ചില്ലല്ലോ, കുടുംബശ്രീയുടെ യോഗം നാളെയാണോ മറ്റന്നാളാണ്, ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കൽ തുടങ്ങും. പോയി എവിടം വരെ എത്തും എന്നുള്ളത്. രസകരമായൊരു സംഭവം പറയാ. മഗ്രിബ് നിസ്കരിക്കാൻ ഏറെ വൈകി വന്നു ഉമ്മ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലിരുന്ന് യാസീനോദാ മോൻ. ഉമ്മ നിസ്കരിക്കാൻ വന്നത് കുട്ടി യാസീനോദന്റെ തൊട്ടടുത്ത. ആദ്യം മുൽക്കോതി കഴിഞ്ഞു, അപ്പോഴേക്കും ഉമ്മ ഒതുകൊടുത്ത് വരാം. യാസീനോദി ഉമ്മ നിസ്കരിക്കാൻ അവിടെ പായിട്ടു. കുട്ടിയെ ശ്രദ്ധിച്ചില്ല, മൂപ്പര് യാസീനോദി. അൽഫാത്തിയ വിളിച്ചു, ഉമ്മ കൈയ്യെട്ടി, ഉമ്മയും ഫാത്തിയ ഓതി. യാസീൻ 3 മുബിയും കഴിഞ്ഞപ്പോ ഉമ്മ കൈ അങ്ങോട്ട് അയച്ചിട്ട് ഒറ്റ അടി യാസീനോദെന്ന കുട്ടിക്കിട്ട് കൊടുത്തു. എന്താണെന്നറിയോ? ഇഷാവാങ്ക് വിളിച്ചു. ഉമ്മ കൈയ്യെട്ടിട്ട് മോനോടെ യാസീനോദാ. ഇതാണ് നിസ്കാരത്തിന്റെ കോലം. ഇത് ഉണ്ടായ സംഭവമാണ് കേട്ടോ. അപ്പോ ആ നിലക്ക് നമ്മുടെ നിസ്കാരത്തിലേക്ക് ഇവൻ കയറിയിട്ട് എത്ര നിസ്കരിച്ചു എന്ന് റക്അത്തിന്റെ എണ്ണം പോലും ഈ നിസ്കാരക്കാരൻ മറന്നു പോകുന്ന വിധത്തിൽ പിശാച് നിസ്കാരത്തിൽ കയറും എന്ന് മുഹമ്മദ് മുസ്തഫ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ നോക്കിക്കോ, അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് ബുഖാരി വീണ്ടും ഉദ്ധരിക്കുന്നു, എന്റെ നിസ്കാരം ഇതുപോലെ ഫസാദാക്കാൻ ഇന്നലെ രാത്രി ഇഫ്രീത്ത് എന്റെ മുന്നിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടുവെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മുടെ നിസ്കാരത്തിൽ മാത്രമല്ല, ഒന്ന് ട്രൈ ചെയ്തു. എവിടെ? ഹബീബിന്റെ നിസ്കാരം ഫസാദാക്കാൻ വേണ്ടി പരിശുദ്ധമായ മദീനത്തെ പള്ളിയിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ജിന്നുകളിൽ കരുത്തനായ ഇഫ്രീത്ത് വന്നു. قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك. ബൽക്കീസിന്റെ കൊട്ടാരത്തിലെ ആ സിംഹാസനത്ത് സുലൈമാൻ നബിയുടെ മുന്നിൽ ആ സദസ്സ് പിരിയുന്നതിന് മുന്നേ 1000 കിലോമീറ്റർ അപ്പുറത്ത് നിന്നും കൊണ്ടുവരാൻ ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞ ശക്തനായ ഇഫ്രീത്ത് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ഇഫ്രീത്ത് ആയിരിക്കണം. ഹബീബിന്റെ നിസ്കാരം ഫസാദാക്കാൻ വേണ്ടിയിട്ട് ചെന്നു. എന്നിട്ടോ ഇഫ്രീത്തിന്റെ മുന്നിൽ കഴിഞ്ഞ രാത്രി സഹാബത്തിനോട് പറയാ, എന്റെ നിസ്കാരം മുറിക്കാൻ വേണ്ടി അവൻ എന്റെ അടുത്ത് വന്നു. അവനെ എന്നെ തൊടാൻ കഴിഞ്ഞില്ല, അവനെ പിടിച്ചു കെട്ടാൻ അള്ളാഹു എനിക്ക് സൗകര്യം ചെയ്തു തന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് എനിക്ക് അവനെ കിട്ടിയതാ. മദീനത്തെ പള്ളിയുടെ ഒരു തൂണിൽ ഞാൻ അവനെ തളച്ചിടാൻ കെട്ടിയിടാൻ തീരുമാനിച്ചു. അള്ളാഹു എനിക്കതിന് സൗകര്യം തന്നു. ഞാൻ അവനെ ഇന്നലെ രാത്രി അതുപോലെ കെട്ടിയിട്ടിരുന്നുവെങ്കിൽ നേരം പുലരുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഫ്രീത്തിനെ കാണാമായിരുന്നു. അങ്ങനെ ഒരു സൗകര്യം എനിക്ക് ഇന്നലെ രാത്രി കിട്ടിയതാ. ഞാനത് ചെയ്തില്ല. എന്താ കാരണം എന്നറിയോ? ഇവിടെ മനസ്സിലാക്കുക, ഇഫ്രീത്തിനെ കൊല്ലാൻ സൗകര്യം ചെയ്തു എന്നല്ല, കെട്ടിയിടാൻ സൗകര്യം ചെയ്തു എന്നാ.
അതായത് ജിന്നിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അള്ളാഹു നിരുപാധികം അനുവാദം മനുഷ്യരിൽ ഏൽപ്പിച്ചിട്ടില്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് നമുക്ക് അവനെ കൊല്ലല് പ്രയാസം. അപ്പൊ അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച പല അപകടങ്ങളും സംഭവിക്കാം. അവൻ ശക്തനാണ് നമ്മളെക്കാൾ. അവനെ കൊല്ലാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അപകടം വരും. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. ചില വീടുകളിൽ പാമ്പ് വരുമ്പോൾ നമ്മൾ കൊല്ലാൻ വേണ്ടിയിട്ട് ഹോജരാജയായിട്ട് മുന്നിൽ ചാടും, അല്ലേ? ചില ആൾക്കാരുടെ ആക്ഷനും അവരുടെ ആ സമയത്തുള്ള ഡയലോഗൊക്കെ കേട്ട് കഴിഞ്ഞാൽ വലിയ ഹീറോയായിട്ട് വരും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പാമ്പ് വീട്ടിൽ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നൊക്കെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം. അപ്പോൾ ഞാൻ ഓർത്തു, ഇഫ്രീത്ത് എന്റെ നിസ്കാരം ഫസാദാക്കാൻ വന്നപ്പോൾ ഞാൻ ഓർത്തവനെ കെട്ടിയിടണമെന്ന്. ആ സമയത്ത് എന്റെ മനസ്സിലേക്ക് സുലൈമാൻ നബിയുടെ ദുആ ഓർമ്മ വന്നു. ഫദക്കറതു ദഅവത അഖീ സുലൈമാൻ. സുലൈമാൻ നബിയുടെ ദുആ എന്താ? റബ്ബി ഗഫിർ ലീ വഹബ് ലീ മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി. അല്ലാഹുവേ, എനിക്ക് നീ ഒരു അധികാരം തരണം. എന്റെ ശേഷം ഒരാൾക്കും അത് നീ കൊടുക്കുകയും ചെയ്യരുത്. എന്നെ മാത്രം പ്രത്യേകമാക്കുന്ന ഒരു അധികാരം നീ എനിക്ക് തരണേ എന്ന പ്രാർത്ഥന സുലൈമാൻ നബി ചെയ്തപ്പോൾ അല്ലാഹു അത് കൊടുക്കുകയും ചെയ്തു. ആ ദുആ ഞാൻ ഓർത്തപ്പോൾ ഫറദത്തുഹു ഖാസിആ. ഇഫ്രീത്തിനെ നാണം കെടുത്തി ഞാൻ വിട്ടു, അല്ലാതെ ഞാൻ അവനെ പിടിച്ചു കെട്ടിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി പിശാചുകളും ജിന്നുകളും നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാൻ സാധ്യതയുള്ള മൂന്നാമത്തെ രംഗം ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന സാലിസുഹുമാ അശ്ശൈത്താൻ. അന്യ പുരുഷനും അന്യ പെണ്ണും തനിച്ചാവുന്ന സ്ഥലം അവിടെ മൂന്നാമത്തവൻ പിശാചാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അത് ലിഫ്റ്റിന്റെ അകത്താവാം, അത് വാഹനത്തിന്റെ അകത്താവാം, അതെവിടെയുമാവാം. അള്ളാഹുവേ, പിശാച് ഇടപെടുന്ന സമ്പർക്കങ്ങളിലേക്ക് ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. ഇതിനോട് തൊട്ടടുത്ത് മറ്റൊരു ഹദീസ് ഇമാം തുർമുദിയുടെ ജാമിഉൽ തന്നെ നമുക്ക് കാണാം. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ലാ തജ്നു അലൽ മഗൈബാതി ഫഇന്ന അശ്ശൈത്വാന യജ്രി മിൻ അഹദികും മജറദ്ദമി. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറയുന്നുണ്ട്, ദുർവിചാരങ്ങളും വേണ്ടാത്ത ചിന്തകളുമായി കഴിയുന്ന ഭർത്താക്കന്മാരിൽ നിന്നും അകലം പാലിച്ചു കഴിയുന്ന പെണ്ണുങ്ങളുണ്ട്. അവർക്ക് ആകെ ലൈംഗിക തൃഷ്ണ മാത്രമേ ഉള്ളൂ. അവരുടെ നിഴൽവട്ടത്ത് നിങ്ങളുടെ തല കാണരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? ഫഇന്ന ശൈത്താന യജ്രി മിൻ അഹദികും മജറദ്ദമി. ഒരു മനുഷ്യന് പല കാര്യങ്ങളിലും താല്പര്യം തോന്നുന്നത് അവന്റെ രക്തം സ്വാധീനിക്കുന്നത് കൊണ്ട്, രക്തത്തിലൂടെയാണ് ആ സ്വാധീനം കിട്ടുക. അതല്ലേ മദ്യപാനിക്ക സമയമാവുമ്പോൾ മദ്യപിക്കണം എന്നൊരു താല്പര്യം വരാം. മദ്യം എന്ന് പറഞ്ഞാൽ അത് വിഷമാണെന്നും അത് ലഹരിയാണെന്നും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നും ഒക്കെ അറിയാം. സത്യം ചെയ്തു പ്രതിജ്ഞ ചെയ്തു അവൻ ഒഴിവായി നിന്നാലും ഇന്നലെ 2 കഴിച്ച ആ സമയത്ത് ഇന്നും അവന്റെ മനസ്സ് താല്പര്യപ്പെടും. കാരണം അവന്റെ രക്തമാണ് അതിന് കാരണം. അവന്റെ രക്തത്തിൽ മീഥൈൻ ആൽക്കഹോൾ കലർന്നത് കൊണ്ടാണ്. അത് രക്തത്തിലുള്ളിടത്തോളം കാലം രക്തമാണ് ഓരോ താല്പര്യങ്ങളിലേക്ക് എത്തിക്കുക. സ്ത്രൈണ താല്പര്യത്തിലേക്കും വ്യഭിചാരത്തിലേക്കും മനുഷ്യനെ സ്വാധീനിക്കുന്നത് രക്തമാണ്. രക്തത്തിലൂടെ പിശാച് സഞ്ചരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോ രക്തത്തിലൂടെ പിശാച് സഞ്ചരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, വമിൻക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയുടെ രക്തത്തിലൂടെയും പിശാച് സഞ്ചരിക്കുമോ? അങ്ങയുടെ രക്തത്തിലൂടെയും പിശാച് സഞ്ചരിക്കുമോ? ഒരു ചോദ്യമാണത്. അത് വല്ലാത്തൊരു ചോദ്യമാണ്. വമിന്നീ, എന്റെ രക്തത്തിലൂടെയും പിശാചിനെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ രക്തത്തിലൂടെ അഥവാ ഇനി ഏതെങ്കിലും ഒരു പിശാച് കയറിയിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാത്ത പണി ഓർമ്മിപ്പിക്കാൻ കയറൂല. അവൻ മുസ്ലിമായിട്ടേ കയറൂ. മഅ്സൂമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഇവർ വരാൻ സാധ്യതയുണ്ട്. ഇനി കേട്ടോ മറ്റൊരു ഹദീസ്, സ്വഹീഹ് മുസ്ലിം. صحيح مسلم عن عبد الله بن مسعود رضي الله عنه قال رسول الله ما منكم من أحد إلا وقد وكل به قرينه من الجن. നിങ്ങളിൽ ഓരോരുത്തരുടെ കൂടെയും ഒരു ജിന്നിനെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഴി പിഴപ്പിച്ചേക്കണം, വഴി പിഴപ്പിക്കാൻ നീ എനിക്ക് അവസരം തരണേ എന്ന് ഇബ്ലീസ് ദുആ ചെയ്ത് അല്ലാഹു ഉത്തരം കൊടുത്തതാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. റസൂലുള്ളാഹി പറയാ, നിങ്ങളിൽ ഓരോരുത്തരുടെയും കൂടെ
നിങ്ങളുടെ കൂട്ടുകാരനായി കൂടെ നടക്കാൻ ഒരു ജിന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ തിരഞ്ഞ് നോക്കണ്ട, ഇപ്പൊ കാണുന്നില്ല മൂപ്പരൻ. ഖാലൂ വ ഇയ്യാക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങേക്കും ഇതുപോലെ ജിന്നിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഖാല വ ഇയ്യായ, എന്റെ കൂടെയും ഒരു ജിന്നുണ്ട്. ഇല്ലാ അന്നല്ലാഹ അഅനനി അലൈഹി, അള്ളാഹു എന്നെ സഹായിച്ചിട്ടുണ്ട്, ഒരിക്കലും അവൻ എന്നെ ചീത്തയാക്കാൻ ശ്രമിക്കില്ല എന്ന് മാത്രമല്ല ഫഅസ്ലമ, അവൻ മുസ്ലിമാണ്, അവൻ നല്ലവനാണ്, എന്റെ കൂടെ കൂടിയിരിക്കുന്നവൻ. ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, എന്നോട് ഖൈറായ കാര്യങ്ങൾ മാത്രമേ അവൻ പറയാറുള്ളൂ. നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. നബി മുഹമ്മദ് മുസ്തഫ. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ആ ഹദീസ് പറയുന്നുണ്ട്. ഇനിയും നമ്മുടെ ജീവിതത്തിൽ ജിന്നുകളെ കാണാം. എവിടെയാണെന്ന് അറിയോ? അൻ യസീദ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി മാ മിൻ അഹ്ലി ബൈത്തിൻ ഇല്ലാ വഫീ സഖഫി ബൈതിഹിം മിനൽ ജിന്ന്, മേൽക്കൂരയുള്ള എല്ലാ വീടിന്റെയും മേൽത്തട്ടിൽ പിശാചുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. പേടിക്കരുത്, എല്ലാ മച്ചിന്റെ മുകളിലും പിശാച് വന്നിരിക്കുമത്രേ. നമ്മുടെ മച്ചിന്റെ മുകളിൽ, വീടിന്റെ മേൽക്കൂരയുടെ മുകളിൽ കാക്കയും കിളിയും മറ്റു പക്ഷികളും വന്നിരിക്കും എങ്കിൽ ആ കൺസെപ്റ്റിൽ തന്നെ കണക്കൂട്ടിയാൽ മതി, വന്നിരിക്കും. എന്നിട്ടോ ഇദാ വുളിഅൽ ഗദാഉ, നമ്മുടെ വീട്ടിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കുമ്പോ, ഹദീസാണ് കേട്ടോ, നസലു, ഈ പിശാച് ഇറങ്ങി നമ്മുടെ വീടിന്റെ അകത്തളത്തിലേക്ക് വരും. ഫത്തഗദ്ദൗ മഅഹും വൽ അശാഅ കദാലിക, എന്നിട്ടോ ഇതിൽ അവൻ പങ്കുകൂടും, ഇവരോട് കൂടെ ഇരുന്ന് കഴിക്കും. അവൻ ഒഴിവാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവൻ നമ്മുടെ കൂടെ ഇരുന്ന് കഴിച്ചാൽ ആ ഭക്ഷണത്തിൽ ബർക്കത്തില്ല, അത് രോഗത്തിലേക്ക് എത്തും. അവൻ ഒഴിവാവാൻ ഒരു പണിയും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? ബിസ്മി ചൊല്ലണം. നോക്കിക്കോ, അടുത്ത ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു. അവൻ നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. കേട്ടോ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, സ്വഹീഹ് മുസ്ലിം, ഖാല റസൂലുള്ളാഹി ഇന്ന ശൈത്താന യഹ്ളുറു അഹദകും ഇൻദ കുല്ലി ശൈഇൻ മിൻ ശഅനിഹി ഹത്താ യഹ്ളുറഹു ഇൻദ തുആമിഹി, നിങ്ങളിൽ ഓരോരുത്തരും ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അവിടെ ഇബ്ലീസ് വരാറുണ്ട്, പിശാച് വരാറുണ്ട് ദുർബോധനവുമായി. എന്തിനേറെ ഖലീലുള്ളാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പൊന്നുമോനെ അറുക്കാൻ വേണ്ടി മിനാ താഴ്വരയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഇബ്ലീസ് വന്നിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം ഇബ്ലീസ് ഇസ്മായിൽ നബിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ മുന്നിൽ മകൻ എന്നെ അറുത്തോ എന്ന സമ്മതം കൊടുക്കലും ഇബ്രാഹിം നബിയെ മാനസികമായി തളർത്തുകയാണ്. കുറച്ചു കഴിഞ്ഞിട്ട് എന്നെ അർക്കരുത് എന്ന് പറഞ്ഞാലും അവിടെയും ഇബ്രാഹിം നബി വല്ലാതെ പരാജയപ്പെട്ടു പോവാം. ഇബ്ലീസ് അത് പറയിപ്പിക്കാൻ വേണ്ടി ഒരു 3-4 പ്രാവശ്യം ചെന്നിട്ടുണ്ട്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് ജംറയുടെ ഭാഗത്ത് വെച്ച ഇബ്ലീസ് വന്നത്, ജംറയുടെ ഭാഗത്ത് വെച്ച ഇബ്ലീസിനെ ഇബ്രാഹിം നബി കല്ലെറിഞ്ഞതുകൊണ്ട് ഹാജിമാർ ഇത് അനുകരിച്ചുകൊണ്ട് പിശാചിനെ കല്ലെറിയുന്നു എന്ന് അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ മഹാന്മാരുടെ മുന്നിലും ചൊല്ലാറുണ്ട്, എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ കൂടെ ഇബ്ലീസും പിശാചുകളും ഉണ്ടാവാറുണ്ട്. ഹത്താ യഹ്ളുറഹു, എത്രത്തോളം അവൻ സന്നിഹിതനാവും. ഇൻദ തുആമിഹി, നിങ്ങളിൽ ഓരോരുത്തരും ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ കൂടെ വരും. ഭക്ഷണം കഴിക്കുമ്പോൾ, അരിയാഹാരം കഴിക്കുമ്പോൾ നമ്മൾ ചൊല്ലൽ സുന്നത്തായ ഒരു ദിക്റുണ്ട്. അതേതാണ്? പുണ്യ നബിയുടെ സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അരിയാഹാരം കഴിക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. സകാത്തിന്റെ ബാബിൽ ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫത്തുൽ മുഹ്താജിൽ പറയുന്നുണ്ട്, മറ്റു ഫുഖഹാ ഉമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ്? സ്വലാത്ത് ചൊല്ലിയിട്ട് വേണം അരിയാഹാരം കഴിക്കാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ പിശാച് ഭക്ഷണത്തിന്റെ സമയത്ത് വരും. എന്നിട്ടോ ഭക്ഷണം കഴിക്കുന്നോടത്ത് വല്ല ഉരുളയും താഴെ വീണാൽ, കുട്ടികൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് താഴെ വീണാൽ റസൂലുള്ളാഹി പറയാ അതിൽ വല്ല കരടോ ചെളിയോ എന്തെങ്കിലും പുരണ്ടിട്ടുണ്ട് എങ്കിൽ, തിന്നാൻ യോഗ്യതയുള്ളതാണ് എങ്കിൽ, ആ കരടും ചെളിയും അത് പുരണ്ട ഭാഗവും അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കി നിങ്ങൾ കളയാതെ കഴിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ. ഷെയ്ഖുനാത്തിപ്പറ്റ ഉസ്താദിനെ ഓർക്കുന്നത് എവിടെയാ? ചവിട്ടിപ്പോയ ഒരു റൊട്ടിയുടെ കഷ്ണം എടുത്തുകൊണ്ടുപോയി, ഒരു പത്തിരിയുടെ കഷ്ണം എടുത്തുകൊണ്ടുപോയി 100 കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ ടാപ്പ് തുറന്നത് കഴുകിയിട്ട് എല്ലാവരും കാണത്തക്ക രീതിയിൽ കഴിച്ച മഹാൻ. അള്ളാഹു ഖബർ വെളിച്ചമാക്കട്ടെ.
ഭക്ഷണം നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ഒരിക്കലും പിശാചിന് വേണ്ടി കളയല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ മറ്റു പല ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യവും കൂടി ഞാൻ എൻ്റെ സഹോദരിമാരോട് സഹോദരങ്ങളോട് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുകയാണ്. നമ്മൾ വീട്ടിൽ ഭക്ഷണമായി ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ വേസ്റ്റായിട്ട് വരുന്ന സാധനങ്ങൾ അത് നമ്മൾ കളയുകയാണ് എങ്കിൽ അത് പൂച്ചക്ക് കൊടുത്താലും വേണ്ടില്ല, അത് പട്ടിക്ക് കൊടുത്താലും വേണ്ടില്ല, കാക്ക കൊടുത്താലും വേണ്ടില്ല, കോഴി കൊടുത്താലും വേണ്ടില്ല, നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കി കളയുന്നു. ഉദാഹരണം, മീൻ കഴിച്ചാൽ മത്സ്യത്തിന്റെ മുള്ള് നമ്മൾ കഴിക്കാറില്ല, അത് ഇറച്ചി കഴിക്കുമ്പോൾ എല്ല്, ഇങ്ങനെയുള്ള ഭക്ഷണത്തിൽ നമ്മൾ ഉപേക്ഷിക്കുന്ന സാധനങ്ങൾ അത് കളയുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലിയേ കളയാവൂ. കാരണം ബിസ്മി ചൊല്ലിയിട്ട് കളയുകയും കഴിക്കുകയും ചെയ്യുന്ന സാധനം പിശാച് തൊടില്ലെന്ന ഈ ഹദീസുകൾ പഠിപ്പിച്ചത്. നമ്മുടെ ഭക്ഷണത്തിന്റെ അംശമാണിത്. നമ്മൾ ഏതെങ്കിലും കടയിൽ ചെന്ന് മുള്ളു വേണ്ട, മീൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ നടക്കോ? ഇല്ല. നമ്മുടെ ഭക്ഷണമായിട്ട് ഭക്ഷണത്തിൽ കടന്ന് വെന്ത് വന്ന സാധനമാണത്, ഭക്ഷണത്തിന്റെ ഭാഗമാണിത്. അത് ശൈത്താൻ കഴിക്കും നമ്മൾ ഉപേക്ഷിച്ചു പോയാൽ. പക്ഷേ അത് ഉപേക്ഷിച്ചാൽ അവൻ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസ്മി ചൊല്ലണമെന്ന് ഈ ഹദീസുകളൊക്കെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മീനിന്റെ മുള്ള്, ഭക്ഷണത്തിന്റെ വേസ്റ്റ്, ഇതൊക്കെ അത് മൃഗങ്ങളുടെ പാത്രത്തിലേക്ക് കൊട്ടിയിടാണെങ്കിൽ പോലും. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ചില വീടുകളിൽ അടുക്കളയിൽ ഒരു കബറ് കാണാം, ഈ പാത്രമൊക്കെ കൂട്ടിയിട്ടിട്ട് സുബൈക്ക് ശേഷം കഴുകുന്നൊരു പരിപാടി, അത് പാടില്ല അല്ലേ? വാഷ് ബേസിന്റെ അകത്ത് രാത്രി കൊണ്ടുവന്ന് അങ്ങ് കൂട്ടിയിടും, എന്നിട്ട് ടാപ്പും തുറന്നിട്ടിട്ട് പിന്നെ ഒറ്റ പോക്കാം. ഭക്ഷണം കഴിച്ചാൽ, അത്താഴം കഴിച്ചാൽ പാത്രം കഴുകി കമഴ്ത്തി വെച്ചിട്ടേ പോകാവൂ. അങ്ങനെ ചെയ്യണം. ഈ ഭക്ഷണത്തിന്റെ വേസ്റ്റുകളും ഒക്കെ അവിടെ വെറുതെ ഉപേക്ഷിച്ചിട്ടിട്ട് പോകും. ആ വീട്ടിലേക്ക് ദാരിദ്ര്യം കടന്നു വരും. ദാരിദ്ര്യം വരുന്ന 10 കാരണങ്ങളിൽ ഒരു കാരണം അതായി മഹാന്മാർ എണ്ണിയിട്ടുണ്ട്. ദാരിദ്ര്യം ഒരു വീട്ടിൽ വരുന്നതിന്റെ 10 കാരണങ്ങളിൽ ദാരിദ്ര്യം എന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമല്ല, സാമ്പത്തികം ചെലവ് ചെയ്യേണ്ടി വരുന്ന രംഗങ്ങളുണ്ട്. ചില രോഗങ്ങൾ വരാം, ചില പ്രയാസങ്ങൾ വരാം, മക്കൾ അനുസരണയില്ലാതെ വരാം. ഇതൊക്കെ ദാരിദ്ര്യത്തിൽ പെടുത്താവുന്ന കാരണങ്ങളാണ്. അപ്പോ അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിലും അതും ഉപേക്ഷിക്കണം. രാത്രി പാത്രം കഴുകിയിട്ടേ കിടക്കാവൂ. എല്ലാം ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ചിലർക്ക് തോന്നുന്നുണ്ടോ ഇന്നത്തെ ക്ലാസ്സിന് വരണ്ടായിരുന്നു എന്ന്? അങ്ങനെ ഉണ്ടോ? പാത്രം കഴുകിയിട്ട് കിടന്നായി. രാത്രി പാത്രം കഴുകിയിട്ട് കിടന്നുറങ്ങിയാൽ മതി. പാത്രം കഴുകണം. അതുപോലെ തന്നെ ചില വീട്ടിൽ വേസ്റ്റ് കൂട്ടിയിടുന്നൊരു പാത്രമുണ്ട്. അത് 3-4 ദിവസത്തെ ഒരുമിച്ച് കളക്ട് ചെയ്തിട്ടാണ് അപ്പുറത്തെ വീട്ടിലെ പശുവിന് കൊടുക്കുള്ളൂ. കേടായ ഭക്ഷണം വീട്ടിൽ സൂക്ഷിച്ച് വെക്കുന്നൊരു സ്വഭാവം. അതുപോലെ തന്നെ അടിച്ചു വാരുന്ന അടിക്കാട്ടങ്ങൾ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ആ അടിച്ചുവാരി കൊണ്ടുവരുന്ന സാധനങ്ങൾ ഒരു മൂലയിൽ വീടിന്റെ അകത്ത് കൂട്ടിയിടുന്ന സ്വഭാവം, അത് വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. എന്ന് മാത്രമല്ല, അത് ജൂതന്റെ വീടാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതും ചെയ്യരുത്. ഇതൊന്നും ചെയ്യാത്തവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നതെന്ന് എനിക്ക് അറിയാം. അല്ലാഹു നന്നാക്കി തരട്ടെ. പക്ഷെ പറയണോതോ, നമ്മുടെ വീടുകളിൽ പിശാച് വരും. ഭക്ഷണത്തിന്റെ രംഗത്ത് വരാറുണ്ട്. ഇനി നോക്കിക്കോ, ജിന്നുകൾ സാധാരണ പ്രത്യക്ഷപ്പെടാറുള്ള കോലം റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. അൽ ജിന്നു സലാസതു അസ്നാഫ്. ഹദീസ് എവിടെയുണ്ട്? ഖത്തീബ് തിബ്രീസ് മിഷ്കാത്തിൽ പറയുന്നു, അന്നബി സഅലബത റളിയല്ലാഹു അൻഹു അന്നബി സഅലബത്തുൽ ഖുസ്നാ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി അൽ ജിന്നു സലാസതു അസ്നാഫ്. ജിന്ന് പ്രധാനമായും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് 3-1 കോലത്തിലായിരിക്കും. നമ്മുടെ മുന്നിൽ പ്രധാനമായും പ്രത്യക്ഷപ്പെടാം 3-1 കോലത്തിലായിരിക്കും. നിങ്ങൾ മക്കളെ ശൈത്താൻ എന്ന് വിളിക്കുന്നവരുണ്ടോ? ദയവ് ചെയ്ത് വിളിക്കരുത്. ലഅനത്താക്കപ്പെട്ടവനെന്ന് അതിനർത്ഥം. അങ്ങനെ വിളിച്ചാൽ കുട്ടി ആ സ്വഭാവക്കാരനായി പോകും. ഒരിക്കലും വിളിക്കരുത്. അതൊന്നും വിളിക്കാറില്ല ഉസ്താദെ, അതിൽ വലുതെ വിളിക്കാറുള്ളൂ എന്നാ. കുട്ടികൾ ആ വാക്ക് വിളിക്കരുത്. ശൈത്താനെ, ഇബ്ലീസേ, പിശാച്, എന്തൊക്കെയാ പറയാ, അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. അത് സന്ധ്യക്ക് മകനോ മകൾക്കോ ദർസെടുക്കുന്നൊരു സമയമുണ്ട്. പണ്ട് ഇബ്ലീസ് മലക്കുകൾക്ക് ദർസെടുത്ത മാതിരി ഉമ്മ സ്കൂളിൽ പോകാത്ത വാശി കുട്ടിയോട് തീർക്കും. എപ്പോ? സന്ധ്യ കഴിഞ്ഞ് ഉമ്മ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പോക്കുണ്ട്. ആ സമയത്ത് ആ കുട്ടീനെ വിളിക്കുന്ന എല്ലാ പദങ്ങളും നമുക്ക് പതക്കാർ റോട്ടിൽ നിന്ന് കേൾക്കാൻ പറ്റും. അപ്പോ പിശാചിന്റെ പേര് ചൊല്ലി മക്കളെ വിളിക്കരുത്. റസൂലുള്ളാഹി പറയുന്നു, അൽ ജിന്നു സലാസതു അസ്നാഫ്. നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള ജിന്നിന്റെ രൂപങ്ങൾ പ്രധാനമായും 3 3 രീതിയിൽ ജിന്ന് നമ്മുടെ മുന്നിൽ വരും. രൂപം മാത്രമല്ല, 3 രീതിയിൽ വരും. ജിന്ന് സ്വീകരിക്കാത്ത ഒരേ ഒരു രൂപം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം ഒഴിച്ച് ബാക്കി എല്ലാ രൂപത്തിലും ജിന്ന് വരും, പിശാച് വരും.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബിസൂറത്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ശൈത്താൻ ഒരിക്കലും, ജിന്നുകൾ ഒരിക്കലും എന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ മുന്നിൽ അവന്റെ അപകടങ്ങൾ വരാതെ, അവന്റെ ദുർബോധനങ്ങൾ വരാതെ അള്ളാഹു നമുക്ക് ഹിഫ്ള് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ശൈത്താനും ജിന്നാണ്, എല്ലാ ജിന്നും ശൈത്താനല്ല. ജിന്നെന്ന പദം സാധാരണ ഉപയോഗിക്കുന്ന സാലിഹീങ്ങളായ ജിന്നുകൾക്കാണ്. നിഷേധികളും വൃത്തികെട്ടവുമാരുമായ ജിന്നുകൾക്ക് ഉപയോഗിക്കുന്ന പദമാണ് ശൈത്താൻ. അത് മാറിപ്പോരുത്. എല്ലാം ഇബ്ലീസിന്റെ മക്കൾ തന്നെ. നോക്കിക്കോ, 3 രീതിയിൽ പ്രധാനമായും ഇവർ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. സിൻഫുൻ, അതിൽ ഒന്നാമത്തെ വിഭാഗം, ലഹും അജ്നിഹത്തുൻ യതീറൂന ഫിൽ ഹവാ, ഒരു വിഭാഗം ചിറകുള്ളതാണ്, അതിങ്ങനെ അന്തരീക്ഷത്തിലൂടെ പാറി പറന്ന് നടക്കാറുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ചിറകുള്ള ജിന്ന് പക്ഷിയുടെ രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? നീ ഇതിനോട് എക്സ്റ്റെൻഡ് ചെയ്ത് നുണയൊന്നും പറയണ്ട കേട്ടോ. ചിലരെങ്ങനെയുണ്ട്, ജിന്നിനെ കണ്ടു എന്നൊക്കെ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്. ഞാൻ അവിടെ കണ്ടു, ഇവിടെ കണ്ടു, വെറുതെ പറയാൻ നിൽക്കണ്ട. പക്ഷിയുടെ രൂപത്തിൽ റസൂലുള്ള പറയാണ്, ചിറകുള്ള പക്ഷിയെ പോലെ അന്തരീക്ഷത്തിൽ പാറി നടക്കുന്ന ജിന്നുകൾ ഉണ്ടാകും. ഒരു വിഭാഗം ജിന്നുകൾ പട്ടിയുടെയും പാമ്പിന്റെയും കോലത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, സർപ്പമെന്ന് വിളിച്ചാലും നാഗമെന്ന് വിളിച്ചാലും കരിനാഗമെന്ന് വിളിച്ചാലും നാഗയക്ഷി എന്ന് വിളിച്ചാലും നാഗം, പാമ്പ്, പാമ്പിന്റെ കോലത്തിൽ ജിന്നുകളുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ ചെന്നാരെ ഭയമേതും കൂടാതെ പരിച്ചെറിഞ്ഞിട്ടോവർ ജിന്നോരു പൈതലേ കൊണ്ടുപോയി വിട്ടാരെ ജിന്നീനെ വിളിപ്പിച്ചതിനെ കൊടുത്തോവർ. മനസ്സിലായില്ലേ? ഒരു കുട്ടിയെ ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കാലഘട്ടത്തിൽ ജിന്ന് റാഞ്ചി കൊണ്ടുപോയി. ആ ജിന്നിനെ വിളിച്ചു വരുത്തി ആ കുട്ടിയെ തിരിച്ചേൽപ്പിച്ചു മഹാനായ ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ചരിത്രം പറയുന്നു. പാമ്പിന്റെ കോലത്തിൽ ജിന്ന് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പട്ടിയുടെ കോലത്തിലും ജിന്ന് വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. 3ാമത്തെ വിഭാഗം എങ്ങനെയാണെന്നറിയുമോ? റസൂലുള്ള പറയാ, അവരെങ്ങനെ ഇറങ്ങിയിട്ട് ഇഷ്ടമുള്ള രൂപത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കാം. ഭൂമിയിലേക്ക് സഞ്ചരിക്കുക. അങ്ങനെ നമ്മുടെ ജീവിത മേഖലകളിൽ ഇവർ ധാരാളം ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കിക്കോട്ടോ, ഇനി 1-2 ഹദീസുകൾ. ഹബീബ് പഠിപ്പിക്കുന്നു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, അമറനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ തങ്ങൾ പറയുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, റസൂലുള്ള ഞങ്ങളോട് കൽപ്പിച്ചു, ബിഖത്ലിൽ കിലാബി, മദീനയിൽ നായ്ക്കളെ കൊല്ലണമെന്ന പ്രഖ്യാപനം പ്രവാചകൻ പുറപ്പെടുവിപ്പിച്ചു. ശല്യമുള്ളോടത്ത് കൊന്നേ പറ്റൂ. റസൂലുള്ള മദീനയിൽ കൽപ്പിച്ചതാണ്, നായയെ കൊല്ലാൻ കൽപ്പിച്ചു. ബിഖത്ലിൽ കിലാബി ഹത്താ ഇന്നൽ മർഅത തഖ്ദമു മിനൽ ബാദിയതി ബികൽബിഹാ. അങ്ങനെ പട്ടിയെ കൊല്ലാൻ സ്വഹാബത്ത് ഏറ്റെടുത്തു. മദീനയ്ക്ക് പുറത്തു നിന്നും ഒരു പെണ്ണ്, ആ നാട്ടുകാരിയല്ല, പുറം നാട്ടുകാരിയ, അവൾ വന്നപ്പോ കൂടെ ഒരു നായക്കുട്ടിയുണ്ട് എങ്കിൽ ആ പെണ്ണിന്റെ കൂടെ വരുന്ന, ഈ മദീനയിലെ പരിധിക്ക് പുറത്തുനിന്ന് വരുന്ന പെണ്ണാണെങ്കിൽ പോലും അവളുടെ പട്ടിയെയും മദീനയിൽ കടക്കാൻ സമ്മതിക്കില്ല, അതിനെയും കൊല്ലാൻ റസൂലുള്ളാഹി പറഞ്ഞു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറയാ, ഫനഖ്തുലുഹു, ഞങ്ങൾ ഇങ്ങനെ പട്ടികളെ കൊല്ലൽ തുടങ്ങി, ഒരുപാട് പട്ടികളെ കൊന്നു. പെട്ടെന്ന് പ്രഖ്യാപനം വന്നു, സുമ്മനഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖത്ലിഹാ. പെട്ടെന്നൊരു പ്രഖ്യാപനം വന്നു, സഹാബത്തെ ഇനി നിങ്ങൾ പട്ടിയെ കൊല്ലല്ലേ. ആ സമയത്തുണ്ടല്ലോ ഞങ്ങൾ ചോദിച്ചു, നബിയെ എന്താ അങ്ങനെ പറയാൻ കാരണം? റസൂലുള്ളാഹി പറഞ്ഞു, അലൈക്കും ബിൽ അസ്വദി, عليكم بالأسود البهيم ذي النقطتين فإنه شيطان. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് പറയുന്നുണ്ട്, നിങ്ങൾ കറുത്ത പട്ടിയെ കൊല്ലല്ലേ. എല്ലാ പട്ടിയെയും അല്ല പറഞ്ഞു. എന്ത് പട്ടിയാ? കറുത്തത്.
കറുത്ത കരിക്കട്ട കളർ പട്ടിയുണ്ട്. നായ ആ സാധനത്തെ കൊല്ലരുത്. അത് ശൈത്താനാണ്. കറുത്തതായാൽ പോരാ, അതിനെ തിരിച്ചറിയാൻ ഒരു അടയാളമുണ്ട്. അതിന്റെ 2 പുരികത്തിന്റെ കൺപുരികത്തിന്റെ ഇവിടെ ഒരു സൂചി കുത്തിയാലുള്ള 2 വെളുത്ത പുള്ളികൾ കാണാം. അത് പട്ടിയല്ല, അത് ശൈത്താനാണെന്ന് മുഹമ്മദ് മുസ്തഫ. കറുത്ത പട്ടിയുടെ കൺപുരികത്തിലുള്ള 2 വെളുത്ത അടയാളം കാണണമെങ്കിൽ അതിനെ അടുത്ത് പിടിച്ച് നോക്കണ്ടേ? ആരെ കൊണ്ടുപറ്റും? അതുകൊണ്ട് കറുത്ത സാധനത്തിന് അങ്ങോട്ട് ഉപേക്ഷിച്ചേരെ. ഇനി ഇതിലങ്ങ് പോകുമ്പോൾ ഏതെങ്കിലും ചാവാറായ പട്ടി ഏതെങ്കിലും പോകുമ്പോൾ അത് സ്വാഭാവികമായും കറുത്താണെങ്കിൽ എടി സൂറ അതേ ജിന്നു പോണു. അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇൽമിന്റെ മേഖലകളിൽ ഇതൊക്കെ ചർച്ച ചെയ്തു പോയ കാര്യങ്ങളാണ്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്, അല്ലാതെ ഞാൻ വെറുതെ പറയല്ല. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണിത്. കറുത്ത പട്ടിയുടെ രൂപത്തിൽ ജിന്ന് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ പട്ടിയുടെ കോലത്തിൽ വരും. ഇനി പാമ്പിന്റെ കോലത്തിലേക്ക് വരാണ്. നോക്കിക്കോ. അൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി. അബൂ ദാവൂദ് തുർമുദി ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബ് പഠിപ്പിക്കുന്നു, ഇദാ ലഗറത്തിൽ ഹയ്യതു മിനൽ ഫിൽ മസ്കനി ഫഖൂലു ലഹാ ഇന്നാ നസ്അലുക ബിഅഹദി നൂഹിൻ വബിഅഹദി സുലൈമാൻ ഇബ്നു ദാവൂദ അല്ലാ തുദിയനാ ഫഇൻ ആദത ഫഖ്തുലൂഹാ സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു വീട്ടിൽ, എവിടെ? വീട്ടിൽ, റോട്ടിലല്ല. എവിടെ? ഒരു വീട്ടിൽ. റോട്ടിലാണോ? റോഡിലല്ല. നമ്മൾ താമസിക്കുന്ന പരിസരത്ത്, നമ്മുടെ വീട്ടിൽ, അത് മുറ്റത്തായാലും ഇറയത്തായാലും വീടിന്റെ അകത്തായാലും, ഒരു വീട്ടിൽ ഒരു പാമ്പ് വന്ന് കയറിയാൽ, ഒരു പാമ്പിനെ നിങ്ങൾ കണ്ടാൽ അതിനെ കൊല്ലാൻ മുതിരല്ലേ? പാമ്പിനെ കണ്ടാൽ കൊല്ലണമെന്ന് പഠിപ്പിച്ച പ്രവാചകനാണത്. ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. പാമ്പിനെ കണ്ടാൽ കൊല്ലണം. പക്ഷേ നിങ്ങളുടെ വീടുകളിലാണ് പാമ്പിനെ കാണുന്നതെങ്കിൽ കൊല്ലുന്നതിന് മുന്നേ നിങ്ങൾ ആ പാമ്പിനോട് പറയണം, ഇന്നാ നസ്അലുക ബിഅഹദി നൂഹിൻ വബിഅഹദി സുലൈമാൻ ഇബ്നു ദാവൂദ അല്ലാ തുദിയനാ. അങ്ങനെ പറയണം. എങ്ങനെ? അങ്ങനെയൊക്കെ ആലോചിച്ച് പിടിച്ചു വരുമ്പോഴേക്കും പാമ്പ് പോണ വഴിക്ക് പോകും. എങ്ങനെ പറയണ്ടേ? ഞാൻ അതിന്റെ മലയാളം പറഞ്ഞുതരാം. ഓ പാമ്പേ, നാണിക്കട്ടാ, ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് പാമ്പിനെ കൊല്ലാൻ വന്നപ്പോ ഞാനിത് പറഞ്ഞ എന്ത് വിചാരിക്കും? നിന്നോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ദാവൂദ് നബിയുടെ മകൻ സുലൈമാൻ നബിയോടും നൂഹ് നബിയോടും നീ വല്ല കരാറും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും നീയും തമ്മിലായിക്കോ, ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്ന് പറയണം. സുലൈമാൻ നബിയോടും നൂഹ് നബിയോടും നിനക്ക് വല്ല കരാറുമുണ്ടെങ്കിൽ അവരും നീയും തമ്മിലായിക്കോ, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ശല്യം ചെയ്യരുത്, നീ പോവണം എന്ന് പറഞ്ഞിട്ട് പാമ്പിന് 3 അവസരം കൊടുക്കണം. 3 അവസരം കൊടുക്കണം പോവാൻ. അത് പോയിട്ടില്ലെങ്കിൽ, 3 അവസരം കൊടുത്തിട്ടും അത് പോയിട്ടില്ലെങ്കിൽ അത് പാമ്പാണ്, പോയാൽ അത് ജിന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഹദീസ് അബൂ ദാവൂദ് സുനനിൽ ഉദ്ധരിക്കുന്നു, തുർമുദി ജാമിഉൽ ഉദ്ധരിക്കുന്നു. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. പാമ്പ് ചിലപ്പോൾ ജിന്നാവാൻ സാധ്യതയുണ്ട്. ഒരു സംഭവം കണ്ടോ. സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്നുണ്ട്. അനബി സായിബ് റളിയല്ലാഹു അൻഹു. ഇന്നിവിടെ പറഞ്ഞത് മുഴുവനും ഹദീസാണ്. അനബി സായിബ് റളിയല്ലാഹു അൻഹു ഖാല دخلنا على أبي سعيد الخدري رضي الله عنه فبينما نحن جلوس سمعنا تحت سريره حرقة فنظرنا فإذا فيه حيان. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ അബൂ സഈദ് അൽ ഖുദ്രി തങ്ങളുടെ വീട്ടിൽ ചെന്നു. സ്വഹാബിയായ അബൂ സഈദ് അൽ ഖുദ്രി തങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചെന്നു. ഒരുപാട് ആയിരക്കണക്കിന് ഹദീസുകൾ പുണ്യനബിയിൽ നിന്നും നിവേദനം ചെയ്ത അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു എന്ന മഹാപണ്ഡിതനായ സ്വഹാബിയുടെ വീട്ടിൽ ഞങ്ങൾ ഒരിക്കൽ ചെന്നു. അബൂ സാഹിബ് തങ്ങൾ പറയാ, ഞങ്ങൾ അവിടെ ചെന്നപ്പോ അബൂ സഈദ് അൽ ഖുദ്രി നിസ്കരിക്കുക. ഞങ്ങൾ ചെന്നു, വീടിന്റെ ഇറയത്ത് ഉമ്മറത്തിരുന്നു. ആ സമയത്തുണ്ടല്ലോ അബൂ സഈദ് തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. നിസ്കരിക്കുന്നതിന്റെ തൊട്ടടുത്തൊരു കട്ടിലുണ്ട്. ആ കട്ടിലിന്റെ അടിയിൽ ഒരു അനക്കം ഞങ്ങൾ കണ്ടു. ഫൈദം ഫീഹി ഹയ്യത്തുൻ.
സുബ്ഹാന റബ്ബി, നോക്കിയപ്പോൾ ഒരു വലിയ പാമ്പ്. എവിടെ? കസേരയുടെ അടിയിലല്ല, കട്ടിലിന്റെ അടിയിൽ. പലരും കസേരയുടെ അടിയിലേക്ക് നോക്കണ്ടെങ്കിൽ ഇവിടെ എങ്ങാനാണോ അത് കണ്ടത്? അല്ല, ധൈര്യമായിട്ടിരുന്നോ, അത് അബൂ സഈദ് തങ്ങളുടെ കട്ടിലിന്റെ അടിയിലാണ് ആ പാമ്പിനെ കണ്ടത്. വലിയൊരു പാമ്പ്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണത്. ഞങ്ങൾ നോക്കി ഫൈദൻ ഫീഹി ഹയ്യത്തുൻ ഫവസബതു ലിയഖതുലഹാ. അബൂ സഈദ് തങ്ങൾ പറയാണ്, ഞങ്ങളിൽ ഈ പാമ്പിനെ കണ്ട ഞാനുണ്ടല്ലോ, ഞാൻ പാമ്പിനെ കൊല്ലാൻ മിടുക്കനാണ്. അബൂ സഈദ് തങ്ങൾ പറയാ, അബൂ സഈദ് തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു, കട്ടിലിന്റെ അടിയിൽ പാമ്പ്. ഞാൻ പെട്ടെന്ന് ഈ പാമ്പിനെ അടിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടിയിട്ട് വീടിന്റെ അകത്താണ് ഞാൻ ചാടി പാമ്പിന്റെ മുന്നിലേക്ക്. അബൂ സഈദ് തങ്ങൾ നിസ്കരിക്കാണ്. നിസ്കാരത്തിൽ വെച്ചുകൊണ്ട് കയ്യുകൊണ്ട് തടഞ്ഞു. അപകടം വരുമ്പോ കയ്യുകൊണ്ട് ഇഷാറത്താക്കി അങ്ങനെ കാണിച്ചു. ഒറ്റ കാണിക്കല്, തടയാം, നിസ്കാരത്തിൽ അനുവദനീയാണത്. നിസ്കാരത്തിൽ ഒരു വലിയ അപകടത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ പോവാതിരിക്കാൻ വേണ്ടി കയ്യുകൊണ്ട് തടഞ്ഞു. ഞാൻ മടങ്ങി, പാമ്പിനെ കൊല്ലാൻ വേണ്ടി ഞാൻ ചാടിയത്. ആ സമയത്ത് കയ്യുകൊണ്ട് കാണിച്ചപ്പോ ഞാൻ മടങ്ങി. അബൂ സഈദിൻ യുസല്ലി ഫഅശാറ ഇലയ്യ അൻ അജ്ലിസ് ഫജലസ്തു. ഇരിക്കാനാ സൂചിപ്പിച്ചത്. ഞാൻ അവിടെ ഇരുന്നു. ഫജലസ്തു ഫലമൻ സറഫ അശാറ ഇലാ ബൈത്തിൻ ഫിദ്ദാർ. നിസ്കാരം കഴിഞ്ഞപ്പോൾ ആ പാമ്പിനെ കൊല്ലാനല്ല പോയത്. മഹാനവറുകൾ, നമ്മളാണ് ആ സമയത്ത് വാവാ സുരേഷിന്റെ നമ്പർ നോക്കൂ അല്ലെ, മഹാനായ അബൂ സഈദ് അൽ ഖുദരി തങ്ങള് നിസ്കാരം കഴിഞ്ഞപ്പോ പാമ്പിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഞങ്ങളെ വിളിച്ച് ആ വീട്ടിലെ വേറെ ഒരു റൂം കാണിച്ചു തന്നു. എന്നിട്ടോ മഹാനവറുകൾ പറഞ്ഞു, ആ റൂമിനൊരു കഥയുണ്ട്. അലാ തറാ ഹാദൽ ബൈത ഫഖുൽതു നഅം ഫഖാല കാന ഫീഹി ഫതൻ മിന്നാ ഹദീസു അഹദിൻ ബിഉറുസ്. ഈ റൂമിനൊരു കഥയുണ്ട് മോനെ അബൂ സഈദ്, നീ പാമ്പിനെ കൊല്ലാൻ വന്നവനല്ലേ, ഈ റൂം കണ്ടോ, ഈ റൂമിനൊരു കഥയുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് സമയമാവാത്ത, ഒരുപാട് നാളുകൾ കഴിയാത്ത ഒരു പുതിയ ആപ്പിള മരിച്ചത് ഈ റൂമിലാണ്. ആ റൂമിന്റെ കഥ പറഞ്ഞു തരട്ടെ. അബൂ സഈദ് തങ്ങൾ പറയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ ദാരുണമായ മരണം സംഭവിച്ചത് ഈ റൂമിലാണ്. എന്താ കാര്യം എന്നറിയോ? ഖന്തക്കിന്റെ കിടങ്ങ് കീറാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. ഈ ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. ഖന്തക്കിന്റെ കിടങ്ങ് കീറാൻ ഞങ്ങൾ നബിയുടെ കൂടെ പോയപ്പോൾ ഈ ചെറുപ്പക്കാരനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഏത് ചെറുപ്പക്കാരൻ? ആ റൂമിൽ മുമ്പ് മരിച്ചുപോയി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ഖന്തക്കിന്റെ കിടങ്ങ് കീറി ഉച്ചയാകുമ്പോൾ, നട്ടുച്ച നേരമാകുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ചെന്നുകൊണ്ട് നബിയോട് അനുവാദം ചോദിക്കും. നബിയെ, കഴിഞ്ഞ ദിവസമാണ് എന്റെ കല്യാണം കഴിഞ്ഞത്, വീട്ടിൽ എന്റെ പെണ്ണ് മാത്രമാണ്, ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ. ഹബീബ് അനുവാദം കൊടുക്കാറുണ്ട് വീട്ടിലേക്ക് പോകാൻ. അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ ഉടനെ ഉസ്താദന്മാർക്ക് ഒരു 5 ദിവസത്തെ ലീവ് പള്ളി കമ്മിറ്റി അനുവദിക്കാറുണ്ട്. ഒരു ലീവ് കൊടുക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു ആനുകൂല്യത്തിൽപ്പെട്ടതാണ് അങ്ങനെ പോവാൻ. റസൂലുള്ളാഹി അനുവാദം കൊടുത്തു. ഈ സ്വഹാബി പോയി. ഒരു ദിവസം റസൂലുള്ളാഹിയോട് അനുവാദം ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഖുദാലൈക സിലാഹക ഫഇന്നി അഖ്ശാ അലൈക ഖുറൈള. മോനെ, ഇന്ന് നീ പോകുമ്പോൾ നിന്റെ കയ്യിൽ ഒരു ആയുധം കയ്യിൽ വെച്ചോ. ബനു ഖുറൈളക്കാരുടെ ആക്രമം പെട്ടെന്നുണ്ടായാലോ, നിനക്ക് ഏത് ആക്രമത്തിലും ഒന്ന് പ്രതികരിക്കാനും നിനക്ക് പ്രതിരോധിക്കാനും ഒരു കുന്തം നീ നിന്റെ കയ്യിൽ വെച്ചോ, ആയുധം വെച്ചോ എന്ന് മുഹമ്മദ് മുസ്തഫ ഒരു ദിവസം ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ കുന്തം കയ്യിലെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. فإذا امرأته بين البابين قائمة فأهوى إليها بالرمح ليطعنها به وأصابته غيرا. ചുരുക്കി പറയാം, ഈ സഹാബി കുന്തവും കയ്യിൽ പിടിച്ചിട്ട് വീട്ടിലേക്ക് ചെന്നപ്പോ ഭാര്യ വീടിന്റെ മുൻവശത്തെ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കാം. ഏറ്റവും മുന്നിലെ വാതിൽക്ക് ഈ പെണ്ണിങ്ങനെ നിൽക്കുന്നു. ഈ സഹാബിക്ക് ദേഷ്യം വന്നു. ആ കുന്തം വെച്ച് അവളെ അടിക്കാൻ പോയിന്ന ഹദീസിലുള്ളത്. പെണ്ണെ, നീ എന്തിനാ പുറത്തേക്ക് വന്നത്? നീ പുറത്ത് വരരുതെന്നല്ലേ നിന്നോട് പറഞ്ഞത്? പെണ്ണകത്തല്ലേ ഇരിക്കേണ്ടത്?
ഫഖാലത്ത്, ആ പെണ്ണ് പറഞ്ഞു, കുഫു ഫഅലൈക റുംഹക, ആ കുന്തം അങ്ങോട്ട് മാറ്റി മനുഷ്യ, വദ്ഖുലുൽ ബൈത ഹത്താ തൻദുറ മല്ലദി അഖ്റജനി, എന്നിട്ട് പെരയുടെ അകത്ത് പോയി നോക്ക്, ഞാൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ കാരണം അകത്ത് പോയി നോക്ക്, ആ കുന്തം അങ്ങോട്ട് മാറ്റ് എന്ന് പറഞ്ഞു. ഈ സ്വഹാബിയായ ചെറുപ്പക്കാരൻ പുതിയാപ്പിള അകത്തേക്ക് കയറി ചെന്നു. ആ സമയത്ത് അവരുടെ കിടപ്പറയിൽ, ആ ബെഡിൽ ചുറ്റിക്കിടക്കുന്ന വലിയ ഒരു പാമ്പിനെ ഈ സ്വഹാബി കാണാം. റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ വിരിപ്പ് തട്ടിക്കുടയണം, തലയണയെ പൊക്കി താഴെയിടണമെന്ന് മുഹമ്മദ് മുസ്തഫ. തലയണയുടെയും കട്ടിലിന്റെയും അടിയിലൊക്കെ വല്ലതും വന്നിരുന്നാൽ നിങ്ങൾ അറിയാതെ പോകുന്നു, അപകടം വരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. ആ സമയത്തുണ്ടല്ലോ ഈ സ്വഹാബിയുണ്ടല്ലോ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. ആ വലിയ പാമ്പിനെ കണ്ടമ്പരന്ന് പോയി. പാമ്പിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തുനിയുകയാണ്. കുന്തം കൊണ്ട് പാമ്പിന്റെ അടുത്തേക്ക് സ്വഹാബി ചെന്നു. ആ കുന്തത്തിൽ പാമ്പ് ചുറ്റിക്കിടക്ക കോർത്തെടുത്തു സ്വഹാബി. എന്നിട്ട് സുന്ന ഖറജ പുറത്തേക്ക് കൊണ്ടുവന്നു. ആ കുന്തത്തിന്റെ അകത്ത് ആ പാമ്പിനെ ആ സ്വഹാബി കുത്തി നിർത്താൻ ശ്രമിച്ചു. പെട്ടെന്ന് പാമ്പ് ആ സ്വഹാബിയുടെ നേരെ ചാണ്ടി. പാമ്പും ആ സ്വഹാബിയും തമ്മിലുള്ള പോരാട്ടത്തിൽ ആദ്യം മരിച്ചതാരാണെന്നറിയില്ല, പാമ്പോ അല്ലെങ്കിൽ സ്വഹാബിയോ. ആദ്യം പാമ്പോ അല്ലെങ്കിൽ സ്വഹാബിയോ, ആരാലോ രണ്ടും മരിച്ചു. ജിന്നിനെ കൊല്ലാൻ പോയാൽ ജിന്ന് നമ്മളെ കൊന്നിട്ടേ പോവുള്ളൂ. ജിന്നിനെ കൊല്ലാൻ പോയാൽ ജിന്ന് നമ്മെ കൊന്നിട്ടേ പോയി. സ്വഹാബിക്ക് പാമ്പിനെ കൊല്ലാൻ നല്ല കഴിവും നല്ല മികവും അതിനുള്ള പരിശീലനവുമുണ്ട്. ഏതുമാകട്ടെ അബൂ സഈദ് തങ്ങൾ പറയാണ്, അങ്ങനെ രണ്ടുപേരും മരിച്ചു. പുതിയാപ്പിള മരിച്ചു. റസൂലുള്ളാഹിയുടെ അടുക്കൽ ഞങ്ങൾ ചെന്നു. നബിയെ ഒന്ന് ദുആ ചെയ്യോ, ആ ചെറുപ്പക്കാരൻ ഒന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട്. നബിയുടെ മുന്നിൽ ഞങ്ങൾ സ്വഹാബികൾ ചെന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ ലിസാഹിബിക്കും, നിങ്ങളിൽ മരിച്ചുപോയ സ്വഹാബിക്ക് വേണ്ടി നിങ്ങൾ മഗ്ഫിറത്ത് തേടാ, അല്ലാതെ ജീവിപ്പിക്കലല്ല. ഇത് എല്ലാവർക്കും പാഠമാ, ഇത് എല്ലാവർക്കും പാഠമാ. സുമ്മഖാല ഇന്ന ഹാദിഹിൽ ബുയൂത അവാമിറ, ഇന്ന ലിഹാദിഹിൽ ബുയൂത അവാമിറ. ഈ സംഭവത്തിന്റെ ഉടനെ റസൂലുള്ളാഹി എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ വീടുകളിൽ അല്ലാഹു ഒരു വിഭാഗത്തെ പാർക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഫൈദാ റഅയ്തും മിൻഹാ ശൈആ, അവരിൽപ്പെട്ട വല്ലതിനെയും നിങ്ങൾ വീടിന്റെ അകത്ത് കണ്ടാൽ ഫഖർരിജൂ അലൈഹാ സലാസ, 3 അവസരം കൊടുക്കണം അതിന് പുറത്തു പോവാൻ. അതായത് 3 ദിവസം വരെ ചിലപ്പോ കാത്തു നിൽക്കേണ്ടി വരും. പാമ്പെന്ന് പറഞ്ഞ ചിലപ്പോ അപ്പൊ തന്നെ പോയില്ല, 3 ദിവസം വരെ അതിനു വേണ്ടി കാത്തു നിൽക്കേണ്ടി വരും. അത് പോവുകയാണെങ്കിൽ പോവട്ടെ, അത് ജിന്നാണ്. വയില്ല, ഇനി അത് പോയില്ല എങ്കിൽ ഫഖത്തുലൂഹു, അതിനെ നിങ്ങൾ കൊല്ലണം. ഫഇന്നഹു കാഫിറുൻ, അത് കാഫിറായ ജിന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ. വഖാല ലഹും, ആ സ്വഹാബിയുടെ ജനാസയുമായി വന്നു നിൽക്കുന്ന മറ്റു സ്വഹാബത്തിനോട് പ്രവാചകൻ പറഞ്ഞു, ഫദ്ഫുനു സാഹിബക്കും, നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്യണേ എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ജിന്ന് 3 രൂപത്തിലാണ് പ്രധാനമായും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യത. പാമ്പിന്റെ രൂപത്തിൽ വന്നാൽ നമ്മെ ഉപദ്രവിക്കാൻ സാധ്യതയേറെയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കരുതിയിരിക്കണം. അള്ളാഹു തആല പിശാചിന്റെ എല്ലാ ശല്യങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അടുത്ത ക്ലാസ് ഇൻഷാ അള്ളാഹ് പിശാചിനെ കൊണ്ട് സ്വാധീനിക്കപ്പെടുന്ന കൂടോത്രങ്ങൾ, അതുപോലെ തന്നെ സിഹർ പോലെയുള്ള വിഷയങ്ങളിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.